സത്യസന്ധനും ധീരനുമായ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാൻ. ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് നടൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഒരു വിഭാഗം ജനങ്ങൾക്ക് തന്നോടുണ്ടായിരുന്ന അനാദരവ് മാറ്റിയെടുക്കാൻ തന്റെ മികവുറ്റ പ്രവർത്തനങ്ങൾ വഴി രാഹുലിന് കഴിഞ്ഞതായി സെയ്ഫ് അലി ഖാൻ ചൂണ്ടിക്കാട്ടി. അഭിമുഖത്തിനിടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാണ് എന്ന ഇന്ത്യ ടുഡേയിലെ മാധ്യമപ്രവർത്തകൻ രാഹുൽ കൻവലിന്റെ ചോദ്യത്തിനാണ് രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരൻ എന്ന് സെയ്ഫ് അലി ഖാൻ മറുപടി നൽകിയത്. ഏതു തരത്തിലുള്ള രാഷ്ട്രീയക്കാരോടാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന ചോദ്യത്തിന് ധീരനും സത്യസന്ധനുമായ രാഷ്ട്രീയക്കാരെയാണ് എനിക്കിഷ്ടമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരം. പിന്നാലെ ഇഷ്ട രാഷ്ട്രീയക്കാരൻ ആരെന്ന ചോദ്യത്തിനൊപ്പം അവതാരകൻ ഉത്തരത്തിന്റെ തിരഞ്ഞെടുപ്പിനായി നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ എന്നീ പേരുകളാണ് സെയ്ഫിന്റെ മുന്നിൽ വെച്ചത്. ഇവർ എല്ലാവരും ധീരരായ രാഷ്ട്രീയക്കാരാണെന്ന് പറഞ്ഞ സെയ്ഫ് അലി ഖാൻ രാഹുൽ ഗാന്ധി മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു. പലരും അവഹേളനങ്ങളുമായി ചുറ്റും കൂടിയിട്ടും അവരെയെല്ലാം മാറ്റി പറയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വളരെ സ്വീകാര്യനായ രീതിയിൽ കഠിനമായി അധ്വാനിച്ചാണ് രാഹുൽ ഗാന്ധി അത് സാധ്യമാക്കിയതെന്നും സെയ്ഫ് കൂട്ടിച്ചേർത്തു. വീഡിയോ എക്സിൽ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായി കഴിഞ്ഞു. മോദിയുടെ പേര് പറഞ്ഞില്ലെന്നതിൽ സംഘപരിവാർ അനുകൂലികൾ സെയ്ഫിനു നേരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇത്തരം ഒരു വേദിയിൽ ധൈര്യപൂർവ്വം തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞ നടനെ പ്രകീർത്തിക്കുകയാണ് ഭൂരിഭാഗം പേരും. രാഷ്ട്രീയ കാറ്റ് രാഹുലിന് അനുകൂലമായി വീശുന്നതിന്റെ സൂചനകളിലൊന്നാണ് സെയ്ഫിന്റെ അഭിപ്രായ പ്രകടനമെന്ന് വിലയിരുത്തുന്നവരും ഏറെയാണ്. തന്റെ പുതിയ ചിത്രമായ ദേവരയുടെ പ്രമോഷന്റെ ഭാഗമായാണ് സെയ്ഫ് വ്യാഴാഴ്ച ഇന്ത്യ ടുഡേ കോൺക്ലേവിലെത്തിയത്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ സംവരണത്തെക്കുറിച്ചുള്ള പരാമർശത്തിനെതിരെ പ്രതിഷേധം നടത്താൻ BJP സമീപിച്ചിരുന്നതായി BR അംബേദ്കറിന്റെ ചെറുമകൻ രാജ് രത്ന ദിവസങ്ങൾക്ക് മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ രാഹുലിനെതിരെ പ്രതിഷേധത്തിനില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അദ്ദേഹം. തന്നോട് ആജ്ഞാപിക്കാൻ BJPക്ക് കഴിയില്ലെന്നും സമൂഹത്തിന്റെ പണത്തിലാണ് തന്റെ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും രാജ് രത്ന ഇൻസ്റ്റഗ്രാമിലൂടെ പറയുകയുണ്ടായി. ഞാൻ രാഹുൽ ഗാന്ധിയുടെ അനുഭാവിയല്ല, അതുപോലെ കോൺഗ്രസിന്റെ അനുയായിയുമല്ല. ഈ വിഷയത്തിൽ ഞാൻ എന്തിന് രാഹുലിനെ എതിർക്കണം? എന്നെ സംബന്ധിച്ച് കോൺഗ്രസും BJPയും ഒരുപോലെയാണ്. എന്തടിസ്ഥാനത്തിലാണ് ഒരാൾ പ്രതിഷേധം നടത്തേണ്ടത് എന്നതിൽ വ്യക്തത വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാജ് രത്നയുടെ വീഡിയോ കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേറ്റ് എക്സിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. US സന്ദർശനത്തിനിടെയാണ് രാഹുൽ സംവരണത്തെക്കുറിച്ച് പരാമർശിച്ചത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ഇന്ത്യക്കാർക്ക് തുല്യ അവസരങ്ങൾ നൽകുന്ന സാഹചര്യമുണ്ടായാൽ മാത്രമേ ഇന്ത്യക്ക് സംവരണം നിർത്തലാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. വിദേശ മണ്ണിൽ ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തിയെന്നാരോപിച്ച് BJP രംഗത്ത് വന്നിരുന്നു. രാഹുൽ ഗാന്ധി ഇന്ത്യയെ വിഭജിക്കാൻ ഗൂഢാലോചന നടത്തുന്ന ശക്തികൾക്കൊപ്പം നിൽക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തുറന്നടിച്ചിരുന്നു.